നമ്മൾ PSCയിലെ മാത്സ് ക്വസ്റ്റ്യൻസിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നമ്മൾ 2 ചോദ്യങ്ങൾ മാത്രമാണ് എടുത്തിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്കത് തീർക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന 125 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി 175 മീറ്റർ നീളമുള്ള ഒരു പാലം കടക്കാനായിട്ട് എത്ര സമയം എടുക്കും? ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, 125 മീറ്റർ നീളം തീവണ്ടിക്കുണ്ട്. പിന്നെ പാലത്തിൻ്റെ നീളം 175 അപ്പോൾ രണ്ടും കൂടെ കൂട്ടുന്നതായിരിക്കും നമ്മൾ ദൂരമായിട്ട് എടുക്കുന്നത്. 10, 7 × 9 1 10 3. അതായത് ആകെ ദൂരം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് അല്ലേ, ആകെ ദൂരം എന്ന് പറയുന്നത് 300 മീറ്ററാണ്. ഇനി എത്ര കിലോമീറ്റർ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്? 90. ഇവിടെ ഞാൻ എഴുതാം, 90 കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ കാണാം, ഇത് കിലോമീറ്ററിലാണ്, ഇത് മീറ്ററിലാണ്. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഇല്ല. അപ്പോൾ 90 കിലോമീറ്റർ പെർ അവറിന് അങ്ങനെയല്ലേ പറയുന്നത്, അതിന് നമുക്ക് പിന്നെ മീറ്ററിലോട്ട് മാറ്റാം, മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. ഓക്കെ, തന്നിരിക്കുന്നത് 90 കിലോമീറ്റർ പെർ അവറാണ്, അതിനെ 90 മീറ്റർ, അതിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാനായിട്ട് എന്ത് ചെയ്താൽ മതി? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അത് ഓർത്ത് വെക്കണം. പിന്നെ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാനായിട്ട് 5/18 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഗുണിച്ചാൽ മതി. ഇനി 18 90 കൂടെ ഇവ തമ്മിൽ ഡിവൈഡ് ചെയ്ത് 90 18 കൊണ്ട് കട്ട് ചെയ്യാൻ നമുക്ക് 5 പ്രാവശ്യം കിട്ടും. അല്ല, 5 10 50, 5 8 40 90 എന്ന് കിട്ടും. ഇനി 5 × 5 എന്ന് പറയുന്നത് 25. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് ഇനി എന്ത് കാണണം? സമയമല്ലേ കാണേണ്ടത്. സമയം എന്ന് പറഞ്ഞാൽ T ആണ്. സമയം കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? ആ ഡിസ്റ്റൻസിനെ സ്പീഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 300 സ്പീഡായ 25 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 12 സെക്കൻഡ് എന്ന് കിട്ടും അല്ലേ. 300 25 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 12 ഓപ്ഷനിലുണ്ടോ? യെസ്, 12 നമ്മുടെ ആൻസർ. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? 7 3 2 x എന്നീ അക്കങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു 4 അക്ക സംഖ്യ. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതാം, 7 3 2 x. ഇതാണ് എന്തെന്ന് പറയുന്നത് 9. ഈ പിന്നെ തന്നിരിക്കുന്ന ഈ 4 അക്കങ്ങൾ ചേർത്ത് ഉണ്ടാക്കാവുന്ന ഒരു സംഖ്യ ഇതാണ് 7 3 2 x. ഓക്കെ ആണല്ലോ? ഏത് രീതിയിൽ നമുക്ക് എക്സിന് വേണം ആദ്യം ഇടാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, x 7 3 2 എന്ന് എഴുതാം, അല്ലെങ്കിൽ 7 3 x 2. ഏത് രീതിയിലും വേണമെങ്കിൽ നമുക്ക് പിന്നെ ഈ 4 സംഖ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് സംഖ്യ ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും ഇതിനെ, അല്ലെങ്കിൽ ഇതിനെ, അല്ലെങ്കിൽ ഇതിനെ 9 കൊണ്ട്, 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും എങ്കിൽ എക്സിൻ്റെ വിലയാണ് കണ്ടുപിടിക്കുന്നത്. നിങ്ങൾക്കറിയാം, 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുക എന്ന് പറയുന്ന സംഖ്യയെ കണ്ടുപിടിക്കുന്ന എളുപ്പമാർഗ്ഗം എന്താണ്? ഇവ തമ്മിൽ കൂട്ടിയാൽ മതി. കൂട്ടുമ്പോൾ 9ൻ്റെ എന്താണ് മൾട്ടിപ്ലൈ കിട്ടിയാൽ മതി. അപ്പോൾ ഇവിടെ നോക്കാം, 7 3 10, 10 2 12 അല്ലേ. 9ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്ന 9, പിന്നെ 18, പിന്നെ 27. ഈ രീതിയിൽ പോകത്തില്ല 9ൻ്റെ മൾട്ടിപ്പിൾ. 9ൻ്റെ ടേബിൾ ഇങ്ങനെയല്ലേ. ഇപ്പോൾ ഇവിടെ നോക്കി തന്നിരിക്കുന്ന 3 സംഖ്യകൾ കൂട്ടുമ്പോൾ 10 12 കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് 9 കിട്ടത്തില്ല അല്ലേ. നമുക്ക് നെക്സ്റ്റ് മൾട്ടിപ്പിളായ 18 നോക്കിയാൽ പോരെ. 12നോട് എത്ര കൂട്ടണം? 6 കൂട്ടിയാൽ, 12നോട് 6 കൂട്ടിയാൽ 18 ആകത്തില്ലേ. 18 എന്ന് പറയുന്നത് 9ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ. അപ്പോൾ ഏതായിരിക്കും എക്സിൻ്റെ വില എന്ന് പറയുന്നത്? 6 ആയിരിക്കത്തില്ലേ. ക്ലിയർ ആയോ? ഓക്കെ.